മലപ്പുറം ഏലംകുളത്ത് വർഷങ്ങളായി കൂട്ടിയിട്ട മാലിന്യങ്ങൾ നീക്കി ഹരിതകർമ്മസേന. 101 ടൺ മാലിന്യമാണ് ഏലംകുളം പഞ്ചായത്തിലെ 33 ഹരിതകർമ്മസേനാംഗങ്ങൾ നീക്കിയത്. മാലിന്യ നീക്കത്തിന് പിന്നാലെ ഒരു സൗജന്യ വിമാനയാത്രയും അവർക്ക് ലഭിച്ചു. നമ്മൾ ഇപ്പോൾ കണ്ട ദൃശ്യത്തിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നറിയില്ല. പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റുകൾക്ക് ഏകദേശം 100 ടണ്ണോളം മാലിന്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനെന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഒട്ടനേകം ആളുകളുണ്ട്. അവരൊരു യാത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെയുള്ള മാലിന്യത്തിന് എന്ത് സംഭവിച്ചു, ഇവരെങ്ങനെയാണ് ആ യാത്ര നടത്തിയത് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കെട്ടിക്കിടന്നിരുന്ന മാലിന്യങ്ങൾ സമീപത്തുള്ള 8-ാം വാർഡിലെയും 12-ാം വാർഡിലെയും ജനങ്ങൾക്ക് വളരെയേറെ പ്രയാസം നേരിട്ട സ്ഥിതിയിലായിരുന്നു ഇവിടെ കുമിഞ്ഞു കടന്നിരുന്നത്. ഹരിതകർമ്മസേന അവരുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെ അവരുടെ കൂടെ നിന്ന് ഭരണസമിതിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഒരു 101 ടണ്ണോളം മാലിന്യങ്ങൾ ഇവിടുന്ന് കയറ്റി വയ്ക്കാൻ ഹരിതകർമ്മസേനയോട് സഹകരിച്ച് ഭരണസമിതിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വാഹനത്തിനു കടന്നുവരാൻ പറ്റാത്ത രീതിയിൽ റോഡിലേക്ക് വരെ മാലിന്യങ്ങൾ കുമിഞ്ഞു. മാലിന്യ കുമ്പാരം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി. ഹരിതകർമ്മസേന നടത്തിയ മാസ് എൻട്രി അവസാനിച്ചത് പ്രദേശം വൃത്തിയാക്കി ഒരു തിരുവാതിരയും കളിച്ചിട്ടാണ്. ബംഗളൂരുവിലേക്ക് ഒരു സൗജന്യ വിമാനയാത്ര. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തെ പഞ്ചായത്തും ചേർത്ത് പിടിച്ചു. മുഴുവൻ ആളുകൾക്കും ആദ്യ അനുഭവം. അലിയാസ് ടൂർസ് ആൻഡ് ട്രാവൽസും പഞ്ചായത്തിനൊപ്പം നിന്നു. ും 12-ാം വാർഡിലത്തെ ആളുകൾ ഞങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ അവരുടെ വീട്ടിലേക്ക് വേസ്റ്റ് ശേഖരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ഇതവിടെ കൊണ്ടുപോയി കുന്നുകൂട്ടിയിടാനല്ലേ, അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഇതോടൊന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പ്രയത്നിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തനം ഇവിടെ നടത്തിയത്. അതിൻ്റെ ആഘോഷത്തിലായിട്ടാണ് ഞങ്ങൾ ആഘോഷയാത്ര എല്ലാം ചെയ്തതും. പോയത് ബാംഗ്ലൂർക്കായിരുന്നു. ആഘോഷയാത്ര അടിപൊളിയായിരുന്നു. അലിയാസ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ യാസ്രിക്ക അവരാണ് ഇത് ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. അവിശ്വാസ പ്രമേയത്തിലൂടെ UDF ഭരണം അവസാനിപ്പിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഏലംകുളത്ത് LDF അധികാരത്തിൽ വന്നത്. എല്ലാ ആളുകളും ആദ്യമായിട്ട് വിമാനയാത്ര നടത്തുന്ന ആളുകളാണ്. ഇവരുടെ തൊഴിൽ ഇതാണ്. ഈ പറയുന്നത് പോലെ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുക, അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് തൊഴിൽ. പക്ഷേ അത് ചെയ്യുമ്പോൾ അവർക്ക് വലിയ സന്തോഷം കൂടിയുണ്ട്. പഞ്ചായത്തിന്റെ ഭരണസമിതി അവർക്കൊപ്പം തന്നെ നിൽക്കുന്നു. ഇത് ചെയ്തതിന്റെ പ്രതിഫലമായിട്ട് ഒരു വിമാനയാത്ര കൂടി നടത്താൻ പറ്റിയ സന്തോഷത്തിലാണ് ഉള്ളത്. നല്ല മാതൃകകളെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അതിനെല്ലാം ഇപ്പോഴും എല്ലാവരും പിന്തുടരുകയും വേണം. മുഹമ്മദ് അർഷക്കിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.